ഹലോ കൂട്ടൻ ടാഗ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഡേറ്റീവ് കേസിലെ ബെസ്റ്റിംറ്റർ ഉംബെസ്റ്റിംറ്റർ അതേപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾസ് ആണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ അക്യൂസേറ്റീവ് അതേപോലെ തന്നെ നോമിനേറ്റീവ് കേസസിലെ ബെസ്റ്റിംറ്റർ ഉംബെസ്റ്റിംറ്റർ അതേപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ ഇന്ന് നോക്കാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റീവ് കേസിലെ ബെസ്റ്റിംറ്റർ ഉംബെസ്റ്റിംറ്റർ അതേപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾസ് ആണ്. ഈ ബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ നോക്കിയേ, നമ്മൾ ഈ ഡേറ്റീവ് കേസിൽ വരുമ്പോൾ മസ്കുലിൻ കേസിൽ ദർ എന്നുള്ളതാണ് ദെം ആയിട്ട് മാറും. അതുപോലെ തന്നെ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിൾ ഐൻ എന്നുള്ളതാണ് ഐനം എന്നായിട്ട് മാറും. നെഗേഷൻ ആർട്ടിക്കിൾ എന്നാണ് കൈൻ എന്നുള്ളത് കൈനം എന്നായിട്ട് മാറും. അതായത് ഒരു എം ആണ് ഏടായി വരുന്നത് ഇവിടെ. മറ്റേ ഇവിടെ എന്നുണ്ടെങ്കിൽ ദർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ദെം ആവും. അതുപോലെ തന്നെ ഫെമിനിന്റെ കേസിൽ എന്താണ് ദി എന്നുള്ളതാണ് ദർ ആയിട്ട് മാറും. ഐനെ എന്നുള്ളതാണ് ഐനർ ആവും. കൈനെ എന്നുള്ളതാണ് കൈനർ എന്നാവും. അതുപോലെ തന്നെ എന്താണ് ന്യൂട്രൽ വരുമ്പോൾ എന്താണ് ദെം തന്നെ, അതായത് ദർ എന്നുള്ളത് ദെം ആയിട്ട് മാറും. ഐൻ എന്നുള്ളതാണ് ഐനം എന്നായിട്ട് മാറും. കൈൻ എന്നുള്ളതാണ് കൈനം എന്നായിട്ട് മാറും. അതുപോലെ തന്നെ പ്ലൂരാലിന്റെ കേസിൽ എന്താണ് ഒരു പ്രത്യേകത ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ നോർമലി അക്യൂസേറ്റീവ് അല്ലെങ്കിൽ നോമിനേറ്റീവ് ദി ആണ് ആവണത്. ഇവിടെ എന്താണ് ഡേറ്റീവ് കേസിൽ എന്താണ് ദെൻ പ്ലസ് എൻ ആവും. ഈ ദെൻ പ്ലസ് എന്നിന്റെ ഈ എൻ എന്ന് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് എന്താണ് നമ്മൾ എഴുതണ നൗണ്ട ആർട്ടിക്കിൾ ദെന്നാക്കി എഴുതുക. എന്താണ് ലാസ്റ്റ് അമ്മേന്റിൽ എന്താണ് ഒരു എന്നും കൂടി ആഡ് ചെയ്യണം. ഈ ഉൺബെസ്റ്റിംറ്റർ ആർട്ടിക്കിളിന് എന്താണ് പ്ലൂരാൽ ഉണ്ടാവില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഐൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ എന്നുള്ളൊരു മീനിങ് ആണ്. അപ്പൊ എന്താണ് അവിടെ സിംഗുലാർ ആണത്. അതുപോലെ തന്നെ കൈൻ, അതായത് നെഗേഷൻ ആർട്ടിക്കിൾ എന്താണ് കൈൻ എൻ പ്ലസ് എൻ ആവും. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നമുക്ക് ബെസ്റ്റിംറ്റർ ആർട്ടിക്കിളിൽ എന്താണ് ഡേറ്റീവ് വരുന്ന എക്സാമ്പിൾസ് നോക്കാം. മസ്കുലിന്റെ കേസ് വരുമ്പോൾ നോക്കിയൂടാ, ദർ ലെയറർ എർക്ലേർട്ട് ദെം ഷൂളർ ദി ഗ്രമാറ്റിക്. ഇവിടെ നോക്കിയൂടെ ദെം ഷൂളർ ആണ് എന്ത് ഇവിടുത്തെ ഡേറ്റീവ് കേസ്. അപ്പൊ ഇവിടെ എന്താണ് ദർ ഷൂളർ എന്നുള്ളതാണ് ദെം ഷൂളർ എന്നായി. ഇതിന്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ദ ലെയറർ, അതായത് ടീച്ചർ എന്താണ് എക്സ്പ്ലെയിൻ ദ സ്റ്റുഡൻറ് ദ ഗ്രമാറ്റിക്, അതാണ് ഇതിന്റെ മീനിങ് തന്നെ. നെക്സ്റ്റ് ഇവിടെ ഫെമിനിൻ കേസ് വരുമ്പോൾ എങ്ങനെയാണ് നോക്കാം. ഇഷ് ഗേബെ ദർ ഫ്രൗ ഐൻ ബുക്ക്, അതായത് ഞാൻ എന്താണ് ഈ ഫ്രൗവിന് ഒരു ബുക്ക് കൊടുക്കുന്നു, അതാണ് ഇതിന്റെ മീനിങ് തന്നെ. ഇവിടെ എന്താണ് ഇവിടെ ഡേറ്റീവ് കേസിൽ വരുന്നതാണ് ഈ ഫ്രൗ ആണ്. അപ്പൊ എന്താണ് അതിന്റെ ആർട്ടിക്കിൾ നോക്കിയാൽ ദി ഫ്രൗ എന്നുള്ളത് എന്താണ് ദർ ഫ്രൗ എന്നുള്ളതായിട്ട് മാറി. ഇവിടെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ നോയിറ്റത്തിന്റെ കേസാണ്. നോയിറ്റത്തിൽ എന്താണ് ദർ എന്നുള്ളത് ദസ് എന്നുള്ളത് എന്താണ് ദെം ആയിട്ട് മാറും. അപ്പൊ ഇവിടുത്തെ എക്സാമ്പിൾ നോക്കിയാൽ എർ ഷെങ്ക്ട് ദെം കിൻഡ് ഐനൻ ബോൾ. ഇവിടെ നിന്നാണ് കിൻഡിന്റെ ആർട്ടിക്കിൾ ശരിക്കും വരുന്നതാണ് ദസ് കിൻഡ് എന്നാണ്. ഇവിടെ നിന്നാണ് ഡേറ്റീവ് കേസിലായിരുന്നതാണ് ദെം കിൻഡ് എന്നായിട്ട് മാറി. നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ പ്ലൂരാൽ കേസ് ആണ്. പ്ലൂരാൽ കേസിൽ എന്താണ് നമ്മുടെ ആർട്ടിക്കിൾ ദി എന്നുള്ളത് ദെൻ പ്ലസ് എൻ ആണ് ആവുക. അപ്പൊ ഇവിടെ ഡേറ്റീവ് എക്സാമ്പിൾ നോക്കിയോ, വിയർ എർസേലൻ ദെൻ കിൻഡേൺ ഐനെ ഗസിഷ്ടേ എന്നാണ് വന്നേക്കണത്. ഇവിടെ കണ്ടോ, ഇവിടെ ആർട്ടിക്കിൾ എന്താണ് കിൻഡറിന്റെ ആർട്ടിക്കിൾ എന്താണ് ദർ കിൻഡർ എന്നാണ്. അതെന്താണ് ദെൻ കിൻഡേൺ ആയി, അതായത് ദെൻ കിൻഡർ, അതായത് ഇവിടെ ദെൻ പ്ലസ് എൻ ആണ് ഇതിന്റെ എന്താണ് ആർട്ടിക്കിൾ തന്നെ. അപ്പൊ ഈ ദെൻ ഇവിടെ എഴുതി, അതുപോലെ തന്നെ കിൻഡർ കഴിഞ്ഞതാണ് അവസാനം ഒരു എന്നും കൂടി എഴുതി. അപ്പൊ എന്താണ് വിയർ എർസേലൻ ദെൻ കിൻഡേൺ ഐനെ ഗസിഷ്. അപ്പൊ ഇതേപോലെ തന്നെയാണ് പ്ലൂരാൽ കേസിൽ എന്താണ് എല്ലാം വരിക. അതായത് ഫസ്റ്റ് നമ്മൾ എന്താണ് ഡേറ്റീവ് കേസിലാകുമ്പോൾ ആർട്ടിക്കിൾ ദെൻ ആക്കുകയും ചെയ്യും, അമ്മ എന്തിൽ എന്താണ് ഒരു എന്നും കൂടി ആഡ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് നമുക്ക് എന്താണ് ഉംബെസ്റ്റിംറ്റർ അതേപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾസിന്റെ എക്സാമ്പിൾസ് നോക്കാം. ഈ ഉംബെസ്റ്റിംറ്ററും നെഗേഷൻ ആർട്ടിക്കിളും ഏകദേശം നമുക്ക് റിലേറ്റബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കി, ഇവിടെ ഇഷ് ഗേബെ ഐനം മാൻ എന്താണ് മൈൻ ഹാൻഡി, അങ്ങനെയാണ് എക്സാമ്പിൾ വന്നേക്കുന്നത്. അതായത് ഞാൻ എന്താണ് ഒരു ആൾക്ക് എന്താണ് ഹാൻഡി കൊടുക്കുന്നു. ഇവിടെ നമുക്ക് നോക്കിയേ ഡേറ്റീവ് കേസിലായതുകൊണ്ട് ഐനം ആണ്, ഐൻമാൻ എന്നുള്ളതാണ് ഐനം എന്നായി. ഇവിടെ നമുക്കിപ്പോ ആർക്കും കൊടുത്തില്ല എന്നാണ് വരുന്നുണ്ടെങ്കിൽ എന്താണ് ഇവിടെ കൈനം എന്നിടാൻ പറ്റും. അപ്പൊ നെഗേഷൻ ആർട്ടിക്കിൾ ആവും. അതുപോലെ നെക്സ്റ്റ് നോക്കി, ഇവിടെ സി ഷൈപ്റ്റ് ഐനർ ഫ്രൗ ഐനെ ഇമെയിൽ. ഇവിടെ നോക്കിയ ഫ്രൗ എന്നാണ് ഡേറ്റീവ് കേസിലാണ് വരുന്നത്. അപ്പൊ ഐനെ ഫ്രൗ എന്നുള്ളതാണ് ഐനർ ഫ്രൗ എന്നായി. ഇനി ഇവിടെ നമുക്ക് എന്താണ് ഫ്രൗവിന് കൊടുത്തില്ല, ഒരു ഒറ്റ ഫ്രൗവിന് കൊടുത്തില്ല എന്നുള്ളൊരു മീനിങ് ആണ് വരുന്നുണ്ടെങ്കിൽ ഇവിടെ നെഗേഷൻ ആർട്ടിക്കിൾ വരും എന്താ കൈനർ ഫ്രൗ എന്നുള്ളതാവും. നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കിയേ, എർ ഷെങ്ക്ട് കൈനം കിൻഡ് ഐൻ ഗഷങ്ക്, അതായത് അവൻ എന്താ ഒറ്റ കുട്ടിക്ക് എന്താണ് ഗിഫ്റ്റ് കൊടുത്തില്ല, അതായത് നോ ചൈൽഡ് എന്നുള്ള ഒരു മീനിങ് ആണ് ഇവിടെ എന്ത് തന്നെ ഈ കൈൻ എന്നുള്ള ഒരു ഇത് വരുമ്പോൾ തന്നെ. അപ്പൊ ഇവിടെ കിൻഡിന്റെ ആർട്ടിക്കിൾ എന്താണ് ദസ് ആണ് കിൻഡിന്റെ ആർട്ടിക്കിൾ തന്നെ. അപ്പൊ ഇവിടെ എന്താണ് ഇത് ഡേറ്റീവ് കേസ് ആയിരുന്നാണ് ദെം ആവും. അപ്പൊ ഇത് നെഗേഷൻ ആർട്ടിക്കിൾ ആയിരുന്നാണ് കൈനം എന്നായി മാറി. നെക്സ്റ്റ് നോക്കിയുള്ള വിയർ ഹെൽഫൻ കൈനൻ കിൻഡേൺ മിറ്റ് ഗ്രമാറ്റിക്, അത് അവൻ ഒറ്റ കുട്ടികൾക്കും ഗ്രമാറ്റിക് എന്താണ് എക്സ്പ്ലെയിൻ ചെയ്തില്ല. അതായത് വിയർ ഞങ്ങൾ ഒറ്റ കുട്ടികൾക്കും എന്താണ്
അല്ലെങ്കിൽ നോ ചിൽഡ്രൻ എന്നുള്ളൊരു മീനിങ് ആണ് അവിടെ വരുന്നത്. അതാണ് ഇവിടെ എന്താണ് കൈനൻ എന്നുള്ള മീനിങ് ഇത് വന്നേക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ N+N ആണ്. then+N ആണ് എന്ത് വരുന്നത് ഡേറ്റീവ് കേസിൽ പ്ലൂരാല് വരുന്നത്. അപ്പൊ ഈ കിൻഡറിന്റെ ആർട്ടിക്കിൾ എന്താണ് ഡി ആണ് കിൻഡറിന്റെ ആർട്ടിക്കിൾ വരുന്നത്. അപ്പൊ then+N ആവും. അപ്പൊ കൈനൻ+N അങ്ങനെയാണ് നമുക്ക് എന്താണ് ഇവിടെ വിയർ ഹെൽഫൻ കൈനൻ കിൻഡേൺ മിറ്റ് ഗ്രമാറ്റിക് എന്നുള്ള രീതിക്ക് ഇവിടെ വന്നേക്കണത്. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഡേറ്റീവ് കേസിലെ ബെസ്റ്റിംറ്റർ ഉൺബെസ്റ്റിംറ്റർ അതേപോലെ തന്നെ നെഗേഷൻ ആർട്ടിക്കിൾസ് ആണ്. ഇതെന്നാണ് നമ്മുടെ നോമിനേറ്റീവ് അക്യൂസേറ്റീവ് കേസസ് വെച്ച് നോക്കുമ്പോൾ മൊത്തത്തിൽ ഡിഫറെന്റ് ആണ്. ഇപ്പൊ നോമിനേറ്റീവിൽ അക്യൂസേറ്റീവ് കേസസ് നോക്കുമ്പോൾ നമുക്ക് ആർട്ടിക്കിൾസ് ജസ്റ്റ് എന്താണ് മസ്കുലിൻ കേസിൽ മാത്രം ചേഞ്ച് ആവണുണ്ടായിരുന്നുള്ളെങ്കിൽ ഡേറ്റീവ് കേസിൽ വരുമ്പോൾ എന്താണ് എല്ലാ ആർട്ടിക്കിൾസും ചേഞ്ച് ആവുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ എക്സാമ്പിൾസ് ഒക്കെ നോക്കിയിട്ട് എന്താണ് കറക്റ്റ് ആയിട്ട് പഠിക്കുകയാണെങ്കിൽ എന്താണ് ഈ ആർട്ടിക്കിൾസ് സിമ്പിൾ ആയിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇതുപോലുള്ള എന്താണ് മോർ വീഡിയോസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യുക.